ജോൺ ബ്രിട്ടാസും കേരളത്തിലെ മാധ്യമങ്ങളും എന്താണ് ഛത്തീസ്ഗഡിലേക്ക് വണ്ടി പിടിക്കാത്തത് എന്ന് ഞാൻ ആലോചിക്കുകയാണ്. കാരണം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് എന്തൊരു ബഹളമായിരുന്നു, നിലവിളിയായിരുന്നു. ആ നിലവിളി ശബ്ദം ഒന്ന് ഇട്ടൂടെ? ഇപ്പോൾ ദാ 2 വൈദികരെ പിടിച്ചിട്ടുണ്ട്. മലയാളികൾ, പേര് ഞാൻ പറയാം. ഒന്ന് അജിത് മത്തായി, 2 വർഗീസ് ചാക്കോ. അവരുൾപ്പെടെ 6 പേർക്കെതിരെ UAPA ചുമത്തി. ചെറിയ കാര്യമാണ്, ചെറിയ കാര്യം. എന്താണെന്നറിയോ? നക്സൽ ബാധിത മേഖലയായ ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലെ ഒരു ATM ഇരിക്കുന്നത് വിജയ് പ്ലാസ, ബസ്തർ റോഡ്, ധാംതാരി എന്ന് പറയുന്ന സ്ഥലത്തെ ATMൽ നിന്ന് വർഗീസ് ചാക്കോയും അജിത് മത്തായും ഉൾപ്പെടെയുള്ള കത്തനാർമാർ, വെള്ള നൈറ്റിക്കാർ ATM ഉപയോഗിച്ച് പണം പിൻവലിച്ചു. എത്രയാണെന്നറിയാവോ? 6,30,00,000 രൂപ ATM ഇട്ട് പിൻവലിച്ചു. എന്നിട്ട് ഈ പൈസ അവിടുത്തെ മാവോയിസ്റ്റുകൾക്ക് വിതരണം ചെയ്തു. നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യം 2 പെൺകുട്ടികളുമായി 2 കന്യാസ്ത്രീകളെ പിടികൂടിയ കേസും ഇതുമായി ചില കണക്ഷൻസ് ഉണ്ട്. അന്ന് കന്യാസ്ത്രീകളെ പിടികൂടിയപ്പോൾ ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. ഇപ്പോൾ 6 പേർ, ജൊനാഥൻ എസ് രാജൻ, തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന മതപരിവർത്തന സംഘടന ഇന്ത്യയിലെ മേൽനോട്ടക്കാരനാണ്. പിന്നെ മിഖ മാർക്ക്, ഒരു അമേരിക്കൻ സായിപ്പ്, അജിത് വർഗീസ് മത്തായി, വർഗീസ് ചാക്കോ, ബബ്ലു കുർമി അസാംകാരനാണ്, സുപ്രീം ജോയ് മൈസൂർ എന്നിങ്ങനെ 6 പേരെയാണ് ഇപ്പോൾ UAPA ചുമത്തി പെടുത്തിയിരിക്കുന്നത്. മോദിയുടെ സർക്കാർ പെടുത്തിയിരിക്കുന്നത്. ഈ UAPA ചുമത്തിയ ദിവസം കൂടെ വളരെ പ്രധാനപ്പെട്ടത്. G7 ഉച്ചകോടിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ്, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കാണുന്നതിൻ്റെ തലേ ദിവസം അമേരിക്കൻ സംഘടനയായ തിമോത്തി ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ പ്രവർത്തിച്ച്, ഇന്ത്യയിൽ മതപരിവർത്തനം മാത്രമല്ല നക്സൽ ബാധിത മേഖലകളിൽ നക്സലൈറ്റുകൾക്ക് കാശ് കൊടുക്കും. 6,30,00,000 രൂപ നക്സലൈറ്റുകൾ കൊടുത്തു. നക്സലൈറ്റുകൾ എന്താ ചെയ്യുന്നത്? അതുകൊണ്ട് ആയുധം വാങ്ങും, ഇന്ത്യയിലെ സായുധ സേനകളെ ആക്രമിക്കും, നമ്മുടെ പട്ടാളക്കാരെ ബോംബ് വെച്ച് കൊല്ലും, വെടിവെച്ച് കൊല്ലും. അതിനുള്ള പണം കൊടുക്കുന്നത് തിമോത്തി ഇനിഷ്യേറ്റീവുമായി ബന്ധപ്പെട്ട സുവിശേഷ വേല നടത്തുന്ന കർത്താവിൻ്റെ മക്കൾ. യേശുദേവൻ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചതാണ്. പക്ഷേ കൊലയാളികൾക്ക് കാശ് കൊടുത്ത്, അതുകൊണ്ട് ബോംബും തോക്കും വാങ്ങിച്ച് ഇന്ത്യൻ പട്ടാളക്കാരെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന പണിയാണ് ഈ പറഞ്ഞ സംഘം അവിടെ ചെയ്തത്. ഇതിൻ്റെ ഒരു മുൻ എപ്പിസോഡ് ഞാൻ ചെയ്തിരുന്നു. പക്ഷേ അതിനകത്ത് മലയാളികളുണ്ട് എന്നുള്ളത് പുതിയ വിവരമാണ്. എന്നിട്ടെന്തേ കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞില്ലേ? കേരളത്തിലെ സഭ അറിഞ്ഞില്ലേ? എന്താ മിണ്ടാത്തത്? അപ്പോൾ പണ്ട് സ്റ്റാൻസാമി എന്ന് പറഞ്ഞ ഒരു കാരണവരെ, ഒരു വൈദികനെ പിടിച്ച് ജയിലിലിട്ടു. പിന്നെ അയാൾ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചുപോയി. ഇയാളുടെ പടമൊക്കെ വെച്ചിട്ട് കണ്ടില്ലേ, ഒരു സാധു വൈദികനെ മോദി സർക്കാർ കൊന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ജാമ്യം കിട്ടിയില്ല. സുപ്രീം കോടതി പോലും ജാമ്യം കൊടുത്തില്ല സ്റ്റാൻസാമിക്ക്. അവസാനം അസുഖം വന്നപ്പോൾ ആശുപത്രി കിടന്നാണ് മരിച്ചത്, തടവറ കിടന്നൊന്നുമല്ല. എന്തായിരുന്നു? അയാളുടെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെത്തിയത് മാവോയിസ്റ്റുകളുമായി അയാൾക്കുള്ള ബന്ധമായിരുന്നു. ഉടനെ പറഞ്ഞ വാദം എന്നറിയോ? അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ അതൊക്കെ ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ അയാളുടെ ലാപ്ടോപ്പിലേക്ക് കൃത്രിമമായി ആഡ് ചെയ്തതാണ് ഇയാളെ പ്രതിയാക്കാൻ. ഒരു പള്ളിയിൽ വെച്ചത് അത് കുഴിയിലോട്ട് കാലും നീട്ടി ചാവാറായിരിക്കുന്ന ഒരു കത്തനാരെ പ്രതിയാക്കിയിട്ട് ഇന്ത്യയിലെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് എന്ത് കിട്ടാനാണ് സർ? നമ്മുടെ നാട്ടിലെ കുറേ ആളുകൾ മാവോവാദികളുമായി കൂട്ടുപിടിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എന്തിനാണ്? ഒറ്റ കാര്യം, കാരണം മാവോയിസ്റ്റുകളുടെ മേഖലകളിൽ മറ്റാർക്കും പ്രവേശനമില്ല. അവർ ജനങ്ങളെ, ആദിവാസികളായിട്ടുള്ള ആളുകളെ ബന്ദികളാക്കി വെച്ചിട്ടാണ് ആ പ്രദേശം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് പ്രവേശനം സുവിശേഷ വേല നടത്തുന്നവർക്ക് മാത്രമാണ്. അപ്പോൾ സുഖമായിട്ട് ഇവർക്ക് പൈസ കൊടുത്താൽ സുഖമായിട്ട് ആ മേഖലയിൽ കയറാം, എന്നിട്ട് ആളുകളെ മതം മാറ്റാം. ഇതാണ് മാവോവാദികളും സുവിശേഷ വേല നടത്തുന്ന ആളുകളും തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ തിമോത്തി ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്ന അമേരിക്കൻ സംഘടന വളരെ ഒരു മിഷണറി പ്രസ്ഥാനമാണ്. അവർ വ്യാപകമായി ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഗോത്ര മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട്, ഇന്ത്യയിലൊക്കെ എമ്പാടും പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഈ പള്ളികൾ കേന്ദ്രീകരിച്ച് ഈ സുവിശേഷ വേല നടത്തുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർ ചെയ്യുന്നതെന്നറിയോ? വീടുകൾ കേന്ദ്രീകരിച്ചിട്ടാണ്. ഹോം ചർച്ച് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇവർ തിമോത്തി ഇനിഷ്യേറ്റീവ് പ്രവർത്തിക്കുന്നത്. ഈ തിമോത്തി ഇനിഷ്യേറ്റീവിൻ്റെ പ്രവർത്തനം എന്ന് പ്രാദേശികമായ ആളുകളെ കണ്ടെത്തി അവരെ സുവിശേഷ വേലയ്ക്ക് വിടുക,
പാസ്റ്റർമാരെ കണ്ടത് ഇവാഞ്ചലിസ്റ്റുകളാണ്. ഇവാഞ്ചലിസ്റ്റുകൾ വ്യാപകമായി ഇന്ത്യയെ ക്രൈസ്തവവൽക്കരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് പണം വരുന്നത് തടയാൻ വേണ്ടി, നിയന്ത്രിക്കാൻ വേണ്ടി, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, തീവ്രവാദികൾക്കുൾപ്പെടെ ഇവരുടെ പണം പോകുന്നു എന്നത് കണ്ടുകൊണ്ടാണ് FCRA നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതും ഇവിടുത്തെ സകല പിതാക്കന്മാർക്കും കുരുപൊട്ടി രോഷം അണപൊട്ടി ഒഴുകിയതും നാളെ പള്ളികളിൽ FCRA ഭേദഗതി വരരുതേ അതിന് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നതുമെന്നാണ് വിവരം. ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ ഈ വസ്തുത രംഗത്ത് വന്ന് ഇവർക്കെതിരെ UAPA ചുമത്തി ജയിലിലോട്ട് അടച്ചാലുണ്ടല്ലോ, പുറത്തോട്ടിറങ്ങാൻ വലിയ പാടാണ്. ഇവിടുന്ന് രാജീവ് ചന്ദ്രശേഖരും കൂട്ടരും ഒന്നും വണ്ടി പിടിച്ച് പോകത്തില്ല. ഇതേപോലെ അന്ന് 2 കന്യാസ്ത്രീമാർക്കെതിരെ UAPA ചുമത്തിയാനെ. അവിടുന്ന് ഇവിടുത്തെ താഴത്തും മുകളിലുമൊക്കെ ഉള്ള പിതാക്കന്മാർ രാജീവ് ചന്ദ്രശേഖരനെയും സുരേഷ് ഗോപിയൊക്കെ വിളിച്ച് കാലെ പിടിച്ച് കരഞ്ഞിട്ടാണ് ഇവിടുന്ന് അനൂപ് ആൻ്റണിയും ഷോൺ ജോർജും അടക്കമുള്ളവർ പാഞ്ഞ് ഛത്തീസ്ഗഡിൽ പോയി ഇവരെ ഇറക്കിക്കൊണ്ട് വന്നത്. ഇറങ്ങി വന്ന കന്യാസ്ത്രീമാരാവട്ടെ ജോൺ ബിട്ടാസിനെ കെട്ടിപ്പിടിക്കാൻ പോയി. എന്നിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാക്കിയെടുക്കാമെന്ന് ഈ ബിഷപ്പുമാരുടെ ആവശ്യപ്രകാരം, അപേക്ഷ പ്രകാരം കരച്ചിൽ കേട്ട് രാജീവ് ചന്ദ്രശേഖരും ഷോണും അനൂപുമൊക്കെ പണിയെടുത്തുകൊണ്ടിരുന്ന അതേ സമയത്ത് ഇവർ BJPക്കെതിരെ, മോദിക്കെതിരെ തെറി പറഞ്ഞ് കന്യാസ്ത്രീകളെയും അൽമായരെയും വെള്ളനൈറ്റിക്കാരെയും തെരുവിലിറക്കി. എന്നിട്ടോ അവരെ വിട്ടയച്ച് UAPA ചുമത്തേണ്ട കേസായിരുന്നിട്ട് പോലും ജാമ്യം കിട്ടാനുള്ള സഹായം കേരളത്തിലെ BJPക്കാർ ഉൾപ്പെടെ ശ്രമിച്ച് നേടിക്കൊടുത്തിട്ടൊരു നല്ല വാക്ക് പറഞ്ഞില്ലെന്ന് മാത്രമല്ല BJPക്കിട്ട് തിരിച്ച് പണി കൊടുത്തു. അവരെന്താ ഇപ്പം മിണ്ടാത്തത്? വിജയ് വർഗീസ് മത്തായി, വർഗീസ് ചാക്കോ, രണ്ടുപേരും നിങ്ങളുടെ സുവിശേഷ വേല ചെയ്യുന്നവരല്ലേ? വാർത്ത പോലുമല്ല കേരളത്തിൽ വാർത്ത പോലുമല്ല. ഒരു കാര്യം ചെയ്യ്, മൊട്ട അരുണും പിന്നെ ഒരുപാട് പേരുണ്ടല്ലോ, എല്ലാവരും കൂടെ ഇതൊന്ന് വാർത്തയാക്കുന്നേ. വാർത്തയാക്കുമ്പോൾ ഇതിലൂടെ പറയേണ്ടി വരും. എന്താണ് ഇവർ ചെയ്തത്? ATM കാർഡുകൾ ഉപയോഗിച്ച് ഈ മിഖ മൈക്ക് എന്ന് പറഞ്ഞ അമേരിക്കക്കാരൻ, അയാൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് അയാളെ പിടിച്ചത്. ഇവരെല്ലാം കൂടെ ഏതാണ്ട് ഇയാളെ പിടിക്കുമ്പോൾ ഇയാളുടെ പക്കൽ 24 ATM കാർഡുകളുണ്ടായിരുന്നു, ക്രെഡിറ്റ് കാർഡുകളുണ്ടായിരുന്നു. പൈസ നിയമപരമായി പ്രോപ്പർ ചാനലിൽ വരുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ വിലക്കുകളും പരിശോധനയും ഉള്ളതുകൊണ്ട് ATM ഡെബിറ്റ് കാർഡുകളുമായി സായിപ്പന്മാർ ഇങ്ങോട്ട് വരിക. സന്തോഷ് കുമാർ എന്ന പേരിലാണ് 24 കാർഡുകൾ എടുത്തത്. അങ്ങനെ 10,000-ഓളം ATM ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ വലിയ തോതിൽ പണമൊഴുക്കി. പണമെല്ലാം കാർഡിൽ നിന്ന് ATMിൽ പോയെടുക്കും. കണക്ക് കാണിക്കണ്ടല്ലോ. ATMിൽ നിന്ന് നേരത്തെ പറഞ്ഞ വിജയ് പ്ലാസ എന്ന് പറഞ്ഞ ഒരു ബസ്തറിലെ ധംതാരിയിലുള്ള ഒറ്റ ATMിൽ നിന്നാണ് 6,30,00,000 രൂപ ഇവർ വിഡ്രോ ചെയ്തത്. ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഇത് പിടിക്കുമെന്ന് ആയപ്പോൾ നേരെ അടുത്ത വിമാനത്തിൽ കയറി നാട് വിടും. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ വലിയ തോതിൽ തീവ്രവാദികൾക്ക് പണം കൊടുത്ത് നമ്മുടെ സൈന്യത്തെ കൊല്ലാനുള്ള സംവിധാനം പണം കൊടുത്തിട്ട് പോലും മതം മാറ്റാൻ തീരുമാനിച്ച നികൃഷ്ട ജന്മങ്ങളാണ് വെള്ള ഉടുപ്പ് ഇട്ട് നടക്കുന്നത്. മതം മാറ്റാൻ വേണ്ടി ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവൻ മതം മാറ്റാൻ വേണ്ടി ഏതു വിധേനയും പണമൊഴുക്കും എന്നുള്ള വാശിയോടെ പ്രവർത്തിക്കുന്ന സംഘത്തെയാണ് പിടികൂടിയിരിക്കുന്നത്. അവർക്കെതിരെ UAPA ചുമത്തിയത്. ഞാൻ ചോദിക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങളോട്, കേരളത്തിലെ സഭാ നേതൃത്വത്തോട്, നിങ്ങൾ എന്താണ് ഇതേക്കുറിച്ച് മിണ്ടാത്തത്? നിങ്ങൾ കന്യാസ്ത്രീകളുടെ കാര്യം വരുമ്പോൾ മാത്രമേ മിണ്ടുള്ളൂ. ഇവരെ ഈ ജോനാഥൻ എസ് രാജനെയും തിമോത്തി ഇനിഷ്യേറ്റീവിൻ്റെ ഇന്ത്യയുടെ മേൽനോട്ടം വഹിക്കുന്ന തിമോത്തിയുടെ ഇന്ത്യൻ തലവൻ എന്ന് പറയാവുന്ന ജോനാഥൻ എസ് രാജനെയും മിഖ മാക്കെന്ന് പറയുന്ന നിങ്ങൾക്ക് വേണ്ടി പണം എത്തിക്കുന്ന സായിപ്പിനെയും അജിത് വർഗീസ് മത്തായി എന്ന് പറയുന്ന മലയാളി, വർഗീസ് ചാക്കോ എന്ന മലയാളി, ഇവരെയൊക്കെ UAPA ചുമത്തി ജയിലിലേക്ക് അടയ്ക്കാൻ പോവാണ്. പ്രതികളാണ്. ഒരുപക്ഷെ നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. വർഷങ്ങൾ ജയിലിൽ കിടക്കാൻ പോവാണ്. കണ്ണീരില്ലേ? പ്രതിഷേധമില്ലേ? എന്താ കാര്യം? എന്തിനാണ് അറസ്റ്റ് എന്ന് പറയേണ്ടി വരും. 93 കോടി രൂപ ATM കാർഡ് വഴി പിൻവലിച്ച് നക്സലൈറ്റുകൾക്ക് കൊടുത്തു. മിണ്ടാൻ പറ്റില്ല. അതുകൊണ്ട് വാർത്തയേ അല്ല. പക്ഷേ അങ്ങനെ മിണ്ടാതിരിക്കണ്ടല്ലോ. നിങ്ങൾ സുവിശേഷം എന്ന് പറഞ്ഞ് നടത്തുന്ന ഈ പരിപാടിക്ക് ഇങ്ങനൊരു മുഖം കൂടിയുണ്ട് എന്ന് ലോകം അറിയണം. അതുകൊണ്ട് ഇന്ത്യ ലൈവ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ അജിത് വർഗീസ് മത്തായി, വർഗീസ് ചാക്കോ
ഇവരെവിടുത്തുകാരാണ് എന്ന് ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇവരുടെയൊക്കെ നാടും വീട്ടുപേരും കുടുംബപ്പേരും അപ്പൻ്റെ അമ്മയുടെ പേരുകൾ ഉൾപ്പെടെ ചിത്രങ്ങൾ കൂടി കാണിച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ പറഞ്ഞത് അബദ്ധമായി പോകും. കാരണം ഇത് കിട്ടുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഹൈഡ് ചെയ്യും. ഏതായാലും 2 മലയാളിയുണ്ട്. മലയാളി കന്യാസ്ത്രീക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ ആ നിലവിളി ശബ്ദം ഇട്ട് ഓടേണ്ടത്. പിടിച്ചിട്ടുണ്ട്. UAPയിലെ പ്രതിയാണ്. ചെയ്ത പണി ഞാൻ വീണ്ടും പറയുന്നു, ഇന്ത്യൻ ഭടന്മാരെ കൊല്ലാൻ മാവോവാദികൾക്ക് 6,30,00,000 കൊടുത്തു. മൊത്തത്തിൽ ഇവിടെ ചെലവഴിച്ചത് 93 കോടി രൂപ ATM കാർഡ് വഴി ATMകളിൽ നിന്ന് പിൻവലിച്ചു. എങ്ങനെയുണ്ട് സുവിശേഷത്തിൻ്റെ പുതിയ തലം? പ്രിയപ്പെട്ടവരെ, എല്ലാ മാധ്യമങ്ങളും ഇത് മൂടി വെക്കും. ഞങ്ങളിത് പറയും, ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഞങ്ങൾ രാജ്യത്തിനൊപ്പമാണ്. നേഷൻ ഫസ്റ്റ്, ഇന്ത്യയാണ് പരമപ്രധാനം. അതുകൊണ്ട് ഞങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, ഒപ്പം നിൽക്കണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കണം.